പോലെ സ്വപ്ന തന്റെ കാൽവിരലുകൾക്കിടയിൽ പെയിന്റിംഗ് ബ്രഷ് ചേർത്ത് പിടിക്കും. അതേ കാൽവിരലുകൾ കൊണ്ട് നിറങ്ങൾ ചാലിക്കും. അത് ക്യാൻവാസിലേക്ക് പകർത്തും. അങ്ങനെ പിറന്നതാണ് ഈ കാണുന്ന മനോഹര ചിത്രങ്ങൾ. നമ്മൾ പെയിന്റ് എടുക്കുമ്പം വിരലെടുത്തിട്ട് അതിൻ്റെ അടപ്പ് വിരലും കൊണ്ട് രണ്ട് വിരലിൻ്റെ ഇടയ്ക്കായിട്ട് തുറന്ന് എടുക്കും. അത് കഴിഞ്ഞിട്ട് അത് അടച്ചു വെച്ചിട്ട് പിന്നെ രണ്ട് കാലം കൊണ്ടാണ് ബ്രഷ് വിരലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് വരയ്ക്കുന്നത്. പേന അതുപോലെ തന്നെ എടുത്ത് എഴുതുന്നതും കാലം കൊണ്ട് തന്നെ എഴുതും. കൂട്ടുകാർ കൈകൾ കൊണ്ട് എഴുതിയും വരച്ചും തുടങ്ങിയപ്പോൾ സ്വപ്ന കാലിൽ പെൻസിൽ പിടിച്ചു തുടങ്ങിയത് 3ാം ക്ലാസ്സിൽ നിന്നാണ്. കളിയാക്കലുകളെ, പരിമിതികളെ അത്രയും തോൽപ്പിച്ച് ആ യാത്ര ദാ ഇങ്ങനെ തുടരുകയാണ്. അപ്പം ചില പിള്ളേർ അടുത്ത് വന്നിട്ട് ചോദിക്കും കൈയില്ലെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയില്ല, വീട്ടിൽ വെച്ചിട്ടാണ് പോകുന്നേക്കുന്നൊക്കെ പറയും. തരാമോ എന്നൊക്കെ ചോദിക്കും. ഇപ്പം പക്ഷെ നമുക്ക് ആ ഒരു ഇത് വരുന്നില്ല. നേരത്തെയൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു വിഷമം. മസ്കുലർ അട്രോഫി ബാധിതയായ സുനിതയും ജീവിതത്തെ നിറമുള്ളതാക്കുന്നത് ഇങ്ങനെയാണ്. വായിൽ ബ്രഷ് പിടിച്ച് സുനിത വരച്ച ചിത്രങ്ങൾ കടലും കടന്ന വിദേശ ചിത്ര പ്രദർശന വേദികളിലെത്തി. നമ്മുടെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേറൊരു അവയവം നമുക്ക് തന്നിട്ടുണ്ടാവും. ആ വേൾഡിൽ മൊത്തമുള്ള ഒരു അപ്പോൾ അത് നമുക്ക് കണ്ടെത്തുക. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പോരായ്മകളാണ്, നമ്മുടെ മനസ്സിൽ എന്തൊക്കെ പോരായ്മകളാണ് കണ്ടെത്തിയിട്ട് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മുടെ ലോകം തന്നെ നമ്മുടെ കൂടെ നിൽക്കും. നമ്മളെന്ത് ഒരു പ്രോഗ്രാം ഇറങ്ങി തിരിച്ചാലും. അംഗപരിമിതർക്കായി കൊച്ചിയിൽ നടന്ന ദേശീയ പ്രദർശന വേദിയിൽ സ്വപ്നയുടെയും സുനിതയുടെയും ചിത്രങ്ങൾ പ്രദർശനത്തിനുണ്ട്. ഒട്ടും എളുപ്പമല്ലാത്ത ജീവിതയാത്രയെ കലകൊണ്ട് നേരിടുകയാണ് ഇരുവരും. വരക്കാൻ കാരണം എൻ്റെ ഏട്ടനാണ്. എൻ്റെ ഏട്ടനും ഇതുപോലെ മൗത്ത് പെയിൻ്ററാണ്. എന്നെപ്പോലെ വീൽ ചെയറിലാണ്. വേൾഡ് ഫേമസ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് കൈ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ വായ കൊണ്ട് വരക്ക്. അങ്ങനെ വരക്കാൻ തുടങ്ങിയതാണ് ഞാനും. ഇപ്പോൾ ഈസി ആയിട്ട് വരക്കാറുണ്ട്. കുറേ എക്സിബിഷനൊക്കെ ചെയ്തു. ചിലർ പറയാറുണ്ട് വായും കൊണ്ട് വരയ്ക്കാനായിട്ട് ഇച്ചിരി എളുപ്പമല്ലെന്ന് ചോദിക്കാറുണ്ട്. വായാകുമ്പോഴത്തേനും നമുക്ക് പിടിക്കാനായിട്ടുള്ള ബാലൻസ് കിട്ടിയില്ലെങ്കിൽ, പക്ഷെ കാലും കൊണ്ട് നമുക്ക് വിരലും കൈ കൊണ്ട് പിടിക്കുന്ന ആ ഒരു ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പ്രതിസന്ധികളെ പോരാടി ജയിക്കാൻ പാതി വഴിയിൽ പതറി നിൽക്കുന്നവർക്ക് ഈ മുഖങ്ങൾ ഊർജം പകരും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്. റിയ ബേബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയ, കണ്ണെടുക്കാൻ തോന്നാത്ത അത്രയും മനോഹരമായ ചിത്രങ്ങൾ. സ്വപ്ന, സുനിത രണ്ടുപേരും മികച്ച കലാകാരികളാണ്. അതോടൊപ്പം തന്നെ സുനിത പറഞ്ഞൊരു കാര്യം, നമ്മൾ കാര്യമായി എന്തിനെങ്കിലും വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ നമുക്കൊപ്പം നിൽക്കുമെന്നത്. അത് തന്നെയാണ് ഇവർ പറഞ്ഞു തരുന്ന ഒരു പാഠവും, അല്ലേ? നമുക്കൊക്കെ ഒരു പേനയും പെൻസിലൊക്കെ പിടിക്കാൻ കൈകളുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ചിത്രം വരയ്ക്കുന്ന ആളുകളൊക്കെ അവർ ഈ ചിത്രരചനയൊക്കെ പരിശീലിക്കാൻ പോകുമ്പോൾ എത്രയോ നാളുകളെടുത്താണ് അവരുടെ ആ വിരൽത്തുമ്പിലേക്ക് പെൻസിലിൻ്റെയും പെയിൻറ്റിങ് ബ്രഷിൻ്റെയും ഒക്കെ ആ ഒരു തുമ്പിലേക്ക് ഇങ്ങനെ ഈ ചിത്രരചനയെ പഠിച്ചെടുക്കുന്നത്. വളരെ ശ്രമകരമായി ഓരോ ആളുകളും പഠിച്ചെടുക്കുന്നതാണ്. കലാകാരന്മാരായിരിക്കും, പക്ഷെ അവർ പരിശീലനത്തിലൂടെയാണ് അത് നേടിയെടുക്കുന്നത്. ഇവിടെ തൻ്റെ കൈകളിൽ പിടിക്കാനുള്ള പ്രതിസന്ധികളെ, പരിമിതികളെ ഒക്കെ മറികടന്നുകൊണ്ടാണ് ഈ രണ്ട് മിടുക്കികളും ഈ ചിത്രകലയെ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നത്. ഇതിൽ കോതമംഗലം സ്വദേശിനിയായ സ്വപ്നയ്ക്ക് ജന്മന 2 കൈകളുമില്ല. സ്വപ്ന തൻ്റെ കാൽവിരലുകൾക്കിടയിൽ ആ പെയിൻറ്റിങ് ബ്രഷ് ചേർത്ത് പിടിച്ച് ആ ട്യൂബ് തുറന്ന് പെയിൻ്റൊക്കെ ഇവിടേക്ക് എത്തിക്കുന്നതും അത് ചാലിച്ച് അത് ക്യാൻവാസിലേക്ക് പകർത്തുകയൊക്കെ ചെയ്യുന്ന എത്ര എളുപ്പമായാണ് എന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കും. പക്ഷേ അത്ര എളുപ്പമുള്ള ജീവിതയാത്രയായിരുന്നില്ല അത്. കഠിനമായി പരിശ്രമിച്ചുകൊണ്ട് കുടുംബം ഒപ്പം നിന്ന് സ്വപ്നയെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ സ്വപ്നയുടെ ഒരുപാട് ചിത്രങ്ങൾ പല വേദികളിൽ പ്രദർശനത്തിനായി എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് സ്വപ്ന ചിത്രങ്ങൾ വരച്ചു നൽകുന്നുണ്ട്. അങ്ങനെ ജീവിതത്തെ നിറമുള്ളതാക്കി മാറ്റുകയാണ് സ്വപ്ന. അതേപോലെ തന്നെയാണ് കണ്ണൂർ സ്വദേശിനിയായിട്ടുള്ള സുനിതയുടെ യാത്ര. 2 കൈകൾക്കും സ്വാധീനക്കുറവുണ്ട്, മസ്കുലർ അട്രോഫിയാണ്. അതുകൊണ്ട് തന്നെ സുനിത ആ പ്രതിസന്ധികളെ മറികടക്കാൻ വായിലേക്ക് ബ്രഷ് വെച്ചുകൊണ്ട് ചിത്രങ്ങൾ വളരെ മനോഹരമായി ക്യാൻവാസിൽ പകർത്തുന്നു. വിദേശത്തൊക്കെ ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട് സുനിതയും പറയുന്നത് ഇതാണ്, ഇതൊന്നും എളുപ്പമല്ല. ഒരുപാട് കളിയാക്കലുകളെ തങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരാത്മവിശ്വാസവും ഒരു
ധൈര്യവും തൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ആളുകൾ തങ്ങൾക്ക് നൽകിയതാണ്. അതിനെ ഒപ്പം നിർത്തിക്കൊണ്ട് അവർ ആ കലയുടെ ലോകത്ത് വളരെ മിടുക്കികളായി 2 പേരും മുന്നേറുകയാണ്. ഇത് കാണുമ്പം നമുക്കൊരു ഊർജ്ജമാണ്. കാരണം ഒരുപാട് പ്രതിസന്ധികൾ, പരിമിതികൾ, സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പല കഴിവുകളെയും മാറ്റിവെക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരും പറയുന്നത് ഇതാണ്: നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നമുക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ തിളങ്ങാനാകും, നമുക്കവിടെ ശോഭിക്കാനാകുമെന്ന് പറയുന്നു. അങ്ങനെ 2 പേരാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ ചിത്രങ്ങൾ കൊണ്ട്, അവരുടെ ആ പുഞ്ചിരി കൊണ്ട് ഊർജം പകരുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും അവസാനം പറയാനുള്ള സുനിതയുടെ വാക്കുകളാണ്. പണ്ടൊക്കെ നടന്നു പോകുമ്പോൾ കുട്ടികളൊക്കെ കളിയാക്കും, കൈയില്ലാതെ പോകുന്ന ചേച്ചിനെ എന്ന് പറഞ്ഞ് കളിയാക്കും. അപ്പോൾ സങ്കടം വരാറുണ്ട്. പിന്നീട് അത് മനസ്സിലായി, തൻ്റെ ജീവിതം ഇതാണെന്ന് മനസ്സിലായപ്പോൾ താൻ അതുമായി പൊരുത്തപ്പെട്ടു. അപ്പോൾ കളിയാക്കലരോട് തിരിച്ചു പറയുന്നത്, ഞാൻ വീട്ടിൽ വെച്ച് കൈ മറന്നു എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ കൈ മുളച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് കിടന്നുറങ്ങിയ സ്വപ്നയെക്കുറിച്ചും സ്വപ്ന പറയുന്നുണ്ട്. എന്തായാലും ആ 2 പേരും അവിടെ തീർച്ചയായും റിയ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ് സ്വപ്ന പറഞ്ഞ ആ ഒരു കാര്യം. അതായത് ജീവിതത്തോട് നമുക്കുള്ള ഒരു കാഴ്ചപ്പാട്, അതാണ് ഏറ്റവും പ്രധാനം. സ്വപ്ന പറഞ്ഞതുപോലെ കൈ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല വീട്ടിൽ വെച്ചിട്ട് വന്നിരിക്കുകയാണ്, കൈയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം വിഷമമായിരുന്നു. പിന്നീട് അത് അംഗീകരിച്ച് തനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് കണ്ടെത്തിയവരാണ് ഇവർ 2 പേരും. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ജീവിതത്തോട് നമുക്കുള്ള ഒരു കാഴ്ചപ്പാട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ശരി റിയ.